ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. വേറൊന്നുമല്ല, രണ്ട് വാക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ, എനിക്ക് പോകാതിരിക്കാൻ വയ്യ, എനിക്ക് പറയാതിരിക്കാൻ വയ്യ, എനിക്ക് ചിരിക്കാതിരിക്കാൻ വയ്യ, ഇങ്ങനെയൊരു ടോക്ക് ഉണ്ടല്ലോ. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ രണ്ട് സെന്റൻസുകൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഐ കാൺട്ട് സ്റ്റോപ്പ് എന്ന് പറയാം, ഐ കാൺട്ട് ഹെൽപ്പ് എന്നും പറയാം. അപ്പൊ അത് എങ്ങനെ, എപ്പോ, ഏതൊക്കെ രീതിയിലാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്തേക്കാം കേട്ടോ. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ, നമ്മൾ ക്ലോസ് ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മൾ റിലേറ്റീവ്സ്, അവരെ നമുക്ക് കാണാതിരിക്കാൻ വയ്യ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ മക്കളെ തന്നെയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നമുക്ക് മക്കളെ കാണാതിരിക്കാൻ വയ്യ എന്ന് പറയാറുണ്ടല്ലോ. എനിക്ക് കാണാതിരിക്കാൻ വയ്യ ഇങ്ങനെ പറയുന്ന സിറ്റുവേഷനിൽ ഐ കാൺട്ട് സ്റ്റോപ്പ് മൈസെൽഫ് ഫ്രം സീയിങ് ഇറ്റ്. അതായത് ഐ കാൺട്ട് സ്റ്റോപ്പ് മൈസെൽഫ് ഫ്രം സീയിങ് ഇറ്റ്. എനിക്കത് കാണാതിരിക്കാൻ വയ്യ, എനിക്ക് കാണാതിരിക്കാൻ വയ്യ എന്നാണല്ലോ പറയുന്നത്. സോ മൈസെൽഫ് അതുകൊണ്ടാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ നമ്മൾ ഇങ്ങനെ പറയാം, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ വയ്യ എന്നിങ്ങനെ പറയാ. എനിക്ക് നിന്നെ കാണാതിരിക്കാൻ വയ്യ എന്ന് പറയുമ്പോഴും ഐ കാൺട്ട് സ്റ്റോപ്പ് മൈസെൽഫ് ഫ്രം സീയിങ് യു. സീയിങ് യു, അതായത് ഐ കാൺട്ട് സ്റ്റോപ്പ് പ്ലസ് വെർബ് വരുമ്പം ING ഫോമിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഐ കാണ്ടും ഐ കാൺട്ട് ഹെൽപ്പും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് കുറച്ച് സെന്റൻസ് ഡിസ്കസ് ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ എന്ന് പറയുകയാണെങ്കിൽ ഐ കാൺട്ട് സ്റ്റോപ്പ് മൈസെൽഫ് ഫ്രം സേയിങ് ഇറ്റ്. എനിക്കത് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് അവളോട് പറയാതിരിക്കാൻ വയ്യ എന്നിങ്ങനെ പറയാ. എനിക്ക് അവളോട് പറയാതിരിക്കാൻ വയ്യ. ഐ കാൺട്ട് സ്റ്റോപ്പ് മൈസെൽഫ് ഫ്രം സേയിങ് ഹെർ. ഐ കാൺട്ട് സ്റ്റോപ്പ് മൈസെൽഫ് ഫ്രം സേയിങ് ഹെർ. എനിക്ക് അവളോട് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് പോകാതിരിക്കാൻ വയ്യ. എനിക്ക് പോകാതിരിക്കാൻ വയ്യ അല്ലെ, അതായത് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, കഴിയില്ല എന്നൊക്കെയാണ്. നമ്മൾ മലയാളത്തിൽ പല ഭാഷകളുമാണ്, ഇംഗ്ലീഷിൽ ഇങ്ങനെ വ്യത്യസ്തങ്ങളായി നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് പോകാതിരിക്കാൻ വയ്യ അല്ലെ, അത് നിർബന്ധമുള്ള ഒരു കാര്യമാകുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ ഐ കാൺട്ട് സ്റ്റോപ്പ് മൈസെൽഫ് ഫ്രം ഗോയിങ് അല്ലെ, ഗോയുടെ ING ഗോയിങ്. അപ്പോ അങ്ങനെ മനസ്സിലാക്കുക, ഐ കാൺട്ട് സ്റ്റോപ്പ് മൈസെൽഫ് ഫ്രം ഗോയിങ്. എനിക്ക് പോകാതിരിക്കാൻ വയ്യ. ഇനി എനിക്ക് അവിടെ പോകാതിരിക്കാൻ വയ്യ എന്ന് പറയുകയാണെങ്കിലോ ഐ കാൺട്ട് സ്റ്റോപ്പ് മൈസെൽഫ് ഫ്രം ഗോയിങ് ദർ. എനിക്ക് അവിടെ പോകാതിരിക്കാൻ വയ്യ. ഓക്കെ, സിമ്പിൾ ആണല്ലോ. അപ്പോ ഐ കാൺട്ട് സ്റ്റോപ്പ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്ക് കരയാതിരിക്കാൻ വയ്യ, എനിക്ക് ചിരിക്കാതിരിക്കാൻ വയ്യ, ആ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും നല്ലത് എന്താണ്, ഐ കാൺട്ട് സ്റ്റോപ്പ് എന്ന് പറയുന്നതാണ് കേട്ടോ. ഡിസ്കസ് ചെയ്യാം സെന്റൻസ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതുപോലെ ഐ കാൺട്ട് ഹെൽപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു പ്രവൃത്തി, അതായത് രണ്ടും ഒരേ സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഐ കാൺട്ട് സ്റ്റോപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ആ സമയത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐ കാൺട്ട് ഹെൽപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടല്ലോ. അപ്പം ഇതന്നെ നമുക്ക് അത് ചിരിക്കാതിരിക്കാൻ വയ്യ, പറയാതിരിക്കാൻ വയ്യ, പോകാതിരിക്കാൻ വയ്യ. ഈ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് ഐ കാൺട്ട് ഹെൽപ്പും യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാം. രണ്ടും ഒരേ റൂളാണ്, ഒരേ സിറ്റുവേഷൻ ആണ്, പക്ഷെ രണ്ട് വ്യത്യാസമുള്ള ഒരു വാക്കുകളാണ്. ഐ കാൺട്ട് ഹെൽപ്പ് പ്ലസ് ING ഫോം തന്നെയാണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം കേട്ടോ. ഓക്കെ, എനിക്ക് ചിരിക്കാതിരിക്കാൻ വയ്യ. എന്തോ ഒരു ജോക്ക് കേട്ടിട്ട് എനിക്ക് ചിരിക്കാതിരിക്കാൻ വയ്യ എങ്ങനെ പറയാ, ഐ കാൺട്ട് സ്റ്റോപ്പ് ലാഫിങ്. ഐ കാൺട്ട് സ്റ്റോപ്പ് ലാഫിങ് എന്ന് പറഞ്ഞാൽ മതി. ഇനി അത് ഐ കാൺട്ട് ഹെൽപ്പ് യൂസ് ചെയ്യണമെങ്കിൽ ഐ കാൺട്ട് ഹെൽപ്പ് ലാഫിങ്. ഐ കാൺട്ട് ഹെൽപ്പ് ലാഫിങ് എന്ന് പറയാം. ഓക്കെ, അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ വയ്യ ഇങ്ങനെ പറയുമല്ലോ, അതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ വയ്യ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ
ഐ കാൺട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഐ കാൺട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഓക്കെ, എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല, അതായത് എനിക്ക് കരയാതിരിക്കാൻ വയ്യ. ഇങ്ങനെ പറയുമ്പോൾ ഐ കാൺട്ട് സ്റ്റോപ്പ് ക്രൈയിങ്, ഐ കാൺട്ട് സ്റ്റോപ്പ് ക്രൈയിങ്. എന്താണോ നമ്മൾ പറയുന്നത് അതിന്റെ ING ഫോം ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അവിടെ പോകുന്നത് എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? എനിക്ക് പോകാതിരിക്കാൻ വയ്യ, പറയാതിരിക്കാൻ വയ്യ, ചെയ്യാതിരിക്കാൻ വയ്യ എന്നാണ്. അപ്പൊ അതേ മീനിങ്ങിൽ നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ, എനിക്ക് അവിടെ പോകുന്നത് നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ ഈ നിർത്താൻ പറ്റുന്നില്ല, ഇരിക്കുന്നത് നിർത്താൻ പറ്റുന്നില്ല, ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ കാൺട്ട് സ്റ്റോപ്പ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. ഐ കാൺട്ട് സ്റ്റോപ്പ് ഗോയിങ് ദർ, ഐ കാൺട്ട് സ്റ്റോപ്പ് ഗോയിങ് ദർ. എനിക്ക് പോകുന്നത് നിർത്താൻ പറ്റുന്നില്ല, എനിക്ക് അവിടെ പോകുന്നത് നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം. ഓക്കെ, ഇനി ഐ കാൺട്ട് ഹെൽപ്പ് യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഇതുപോലെ തന്നെ എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഐ കാൺട്ട് ഹെൽപ്പ് ലാഫിങ്. നേരത്തെ പറഞ്ഞ സ്റ്റോപ്പിനെ മാറ്റിയിട്ട് ഹെൽപ്പിനെ യൂസ് ചെയ്യാം. ഐ കാൺട്ട് ഹെൽപ്പ് ലാഫിങ്. ഓക്കെ, അവനെ കണ്ടാൽ സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല, അവനെ കണ്ടാൽ സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല, കഴിയുന്നില്ല, സംസാരിക്കാതിരിക്കാൻ വയ്യ, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവനോട് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഐ കാൺട്ട് ഹെൽപ്പ് ടോക്കിംഗ് അല്ലെ. ടോക്കിന്റെ ING വരുമ്പോൾ ടോക്കിംഗ്. ഐ കാൺട്ട് ഹെൽപ്പ് ടോക്കിംഗ് വെൻ ഐ സീ ഹിം. ഐ കാൺട്ട് ഹെൽപ്പ് ടോക്കിംഗ് വെൻ ഐ സീ ഹിം. എനിക്ക് അവനെ കണ്ടാൽ സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അവൾക്ക് കരയാതിരിക്കാൻ പറ്റുന്നില്ല, അവൾക്ക് കരയാതിരിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ പറയാ? ഐ കാൺട്ട് ഹെൽപ്പ് യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഷി കാൻ ഹെൽപ്പ് യൂസ് ചെയ്ത്, അവൾക്ക് എന്നാണ്. അപ്പം ഷി കാൻ ഹെൽപ്പ് യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഷി കാൻ ഹെൽപ്പ് ക്രൈം, ഷി കാൻ ഹെൽപ്പ് ക്രൈം. നമുക്ക് കരയാതിരിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഒരു കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയണം അവൻ ഓടുന്നത് നിർത്തുന്നില്ല അല്ലേ, അവനവനെ ഓടിക്കൊണ്ടേയിരിക്കണം, അവൻ ഓടുന്നത് നിർത്തുന്നില്ല. ഇവിടെ നിർത്തുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും സ്റ്റോപ്പ് യൂസ് ചെയ്ത് പറയല്ലേ. അവനാണ് ഹി ക്യാൻ സ്റ്റോപ്പ് റണ്ണിങ്, ഹി ക്യാൻ സ്റ്റോപ്പ് റണ്ണിങ്. അവൻ ഓടുന്നത് നിർത്തുന്നില്ല. ഓക്കെ, ഇപ്പം ഒരു കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയാറുണ്ട് കുഞ്ഞ് കരയുന്നത് നിർത്തുന്നില്ല എന്ന് പറയാറുണ്ടല്ലോ. കുഞ്ഞ് കരയുന്നത് നിർത്തുന്നില്ല എങ്ങനെ പറയാം? ദ ബേബി കാൺട്ട് സ്റ്റോപ്പ് ക്രൈയിങ്, ദ ബേബി കാൺട്ട് സ്റ്റോപ്പ് ക്രൈയിങ്. കുഞ്ഞ് കരയുന്നത് നിർത്തുന്നില്ല. ഓക്കെ, ഇനി ഇല്ല ഇല്ല എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയുകയാണെ ഒരു ഷുഗർ പേഷ്യന്റ് ആണ്, പക്ഷെ അയാൾക്ക് മധുരം കണ്ടാൽ കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല. മധുരം കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല, പക്ഷെ അയാൾക്ക് മധുരം ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ എങ്ങനെ പറയാം? എനിക്ക് അല്ലെ, എനിക്കോ അവനോ അവളോ എന്ത് വേണമെങ്കിലും പറയാം. എനിക്ക് മധുരം കണ്ടാൽ കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ നമുക്ക് എന്ത് പറയാം? ഹെൽപ്പ് യൂസ് ചെയ്ത് പറയാം. ഐ കാൺട്ട് ഹെൽപ്പ് ഈറ്റിംഗ് സ്വീറ്റ്സ്, ഐ കാൺട്ട് ഹെൽപ്പ് ഈറ്റിംഗ് സ്വീറ്റ്സ്. എനിക്ക് മധുരം കണ്ടാൽ കഴിക്കാതിരിക്കാൻ കഴിയുന്നില്ല, പറ്റുന്നില്ല. ഓക്കെ, ഇപ്പം പാട്ടുകൾ ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പോ എവിടെ നിന്നെങ്കിലും ഒരു മൂളിപ്പാട്ട് കേട്ട് കഴിഞ്ഞാൽ പാടാതിരിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പാടാതിരിക്കാൻ വയ്യ എന്ന് പറയാറുണ്ടല്ലോ. പാട്ട് കേട്ടാൽ പാടാതിരിക്കാൻ വയ്യ, പറ്റുന്നില്ല, കഴിയുന്നില്ല, എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ഇങ്ങനെ പറയാം. ഐ കാൺട്ട് ഹെൽപ്പ് സിംഗിങ് വെൻ ഐ ഹിയർ എ സോങ്, ഐ കാൺട്ട് ഹെൽപ്പ് സിംഗിങ് വെൻ ഐ ഹിയർ എ സോങ്. ഒരു പാട്ട് കേട്ടാലേ പാടാതിരിക്കാൻ വയ്യ. ഓക്കെ, എനിക്ക് ഉറങ്ങാതിരിക്കാൻ വയ്യ, അതായത് എനിക്ക് ഉറങ്ങുന്നത് നിർത്താൻ പറ്റുന്നില്ല എന്നാണ്. അതായത് ഇപ്പം സമയമില്ലാത്ത സമയം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഉച്ച കഴിഞ്ഞൊക്കെ ഉറങ്ങുന്ന ആളുകളുണ്ടാകും, അല്ലെങ്കിൽ രാവിലെ ഉറങ്ങുന്നവരുണ്ടാകും, അല്ലെങ്കിൽ നേരത്തെ ഇപ്പം വൈകുന്നേരം അങ്ങനെ ഒന്നും അല്ലാത്തൊരു സമയത്തൊക്കെ ഉറങ്ങുന്നവരുണ്ടാകും. അത് ശീലിച്ചു കഴിഞ്ഞിട്ട് അത് നിർത്താൻ പറ്റുന്നില്ല ഇങ്ങനെ പറയുമല്ലോ. ഇവിടെ നമുക്ക് ഐ കാൺട്ട് സ്റ്റോപ്പ് ആണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഉറക്കം നിർത്താൻ പറ്റുന്നില്ല, അതായത് എനിക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റുന്നില്ല. ഐ കാൺട്ട് സ്റ്റോപ്പ് ഫീലിംഗ് സ്ലീപ്പി, ഐ കാൺട്ട് സ്റ്റോപ്പ് ഫീലിംഗ് സ്ലീപ്പി. ഓക്കെ, അവൻ ഫോണിൽ കളിക്കുന്നത് നിർത്തുന്നില്ല, അവനത് ശീലമായി. അവന് ഫോണിൽ കളിക്കുന്നത് നിർത്താൻ പറ്റുന്നില്ല, ഫോണിൽ കളിക്കാതിരിക്കാൻ വയ്യ ഇങ്ങനെ പറയുമല്ലോ. he can't stop playing on the phone, he can't stop playing on the phone. Okay, എനിക്കവനെ സഹായിക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ടല്ലോ. എനിക്കവനെ സഹായിക്കാതിരിക്കാൻ വയ്യ ഇങ്ങനെ പറയാ. ഐ കാൺട്ട് ഹെൽപ്പ് യൂസ് ചെയ്ത് പറയുന്നതാണ് ഇവിടെ ഏറ്റവും നല്ലത്. കാരണം ഇതൊരു പ്രവൃത്തി നമുക്ക് ചെയ്യാതിരിക്കാൻ വയ്യ എന്നുള്ളതാണ് അല്ലെ, ഒരു കാര്യം നിൽക്കുന്നില്ല എന്നല്ല പറയുന്നത്. സോ നമുക്ക് ഐ കാൺട്ട് ഹെൽപ്പ് ഹെൽപ്പിംഗ് ഹിം എന്ന് വേണം പറയാനായിട്ട്. ഐ കാൺട്ട് ഹെൽപ്പ് എന്നുള്ളത് നമ്മുടെ മെയിൻ വേർഡാണ്. അവിടെ വെർബ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് ആണ്. അപ്പൊ ഐ കാൺട്ട് ഹെൽപ്പ്
ഹെൽപ്പിംഗ് ഹിം അവരെ സഹായിക്കാതിരിക്കാൻ വയ്യ. ഓക്കെ, അപ്പൊ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾക്കൊരു സെന്റൻസ് തരാം. സിനിമ കണ്ടാൽ കരയാതിരിക്കാൻ അവൾക്ക് പറ്റുന്നില്ല. സബ്ജക്റ്റ് അവൾ എന്നാട്ടോ. അപ്പൊ ഇത്രയും സെന്റൻസ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ സെന്റൻസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ ഒക്കെ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.